ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ് ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടു ലൈഫ് പ്രോസസ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓസ്മോസിസ് വരെയായിരുന്നു. അതായത് ബേസിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്സ്റ്റൻസസ് എങ്ങനെയാണ് സെൽ മെമ്പറൈൻ്റെ പുറത്ത് നിന്ന് ഉള്ളിലേക്കും ഉള്ളിൽ നിന്ന് പുറത്തേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രോസസ്സായിരുന്നു ഓസ്മോസിസ്. ഓസ്മോസിസ് എന്താ പറയുന്നത്? ഓസ്മോസിസ് ഇസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൺ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൺ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻസിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് കാണാത്തവർ എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ, സ്പെസിഫിക്കലി വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഓസ്മോസിസ്. സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി വാട്ടർ മാത്രമല്ല, വേറെ മറ്റു പല സബ്സ്റ്റൻസുകളും ഇതുപോലെ സെൽ മെംബ്രെയിനിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 2-3 ടൈപ്പ് ഓഫ് പ്രോസസ്സും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ദർ ആർ അതർ ഫാക്ടേഴ്സ് ബിസൈഡ്സ് വാട്ടർ, ഹൗ ഡു ദേ ഗെറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി സെൽ. വാട്ടർ ഒഴികെ ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ആ പിക്ചറിലേക്ക് നോക്കൂ. ഇതിലെന്താണ് കാണിക്കുന്നത്? ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂളാണ് നോക്കൂ സംഭവിക്കുന്നത്. സെൽ മെംബ്രെയിൻ കാണാം, അതിൻ്റെ താഴെ ഭാഗം സൈറ്റോപ്ലാസും മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഔട്ടർ സ്പേസ് ആണ്, അതായത് ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? പുറത്തുനിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു. ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് ഓക്സിജൻ മോളിക്യൂൾസ് മൂവ് ചെയ്തിരിക്കുന്നത്, അല്ലേ? സോ ഇവിടെ നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാലും കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്ത് നിർബന്ധമില്ല എന്നറിയോ? അതായത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ അവിടെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇനി ഡിഫ്യൂഷന് ഒരു ഡെഫിനിഷനായിട്ട് അവിടെ കൊടുത്തിട്ടില്ല. അത് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഇസ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ആൻ ഏരിയ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു ആൻ ഏരിയ ഓഫ് ലോ കോൺസെൻട്രേഷൻ. ദെൻ ഡിഫ്യൂഷൻ ക്യാൻ ഒക്യൂർ ബോത്ത് ത്രൂ ആൻഡ് വിത്തൗട്ട് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, അതായത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വേണമെന്നില്ല ഡിഫ്യൂഷൻ നടക്കാൻ. ഏത് സബ്സ്റ്റൻസും, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് കൂടിയ കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. അതായത് ഇപ്പോൾ ഇവിടെ ഓക്സിജൻ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ, സെൽ മെംബ്രെയിനിലൂടെ പാസ് ചെയ്ത് വരുന്നതിന് ഡിഫ്യൂഷൻ എന്ന് പറയും. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു റൂമിൽ ഒരു ഭാഗത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ച്ചു വിചാരിക്കുക. ആ റൂം മുഴുവൻ ആ ചന്ദനത്തിരിയുടെ ഒരു സ്മെല്ല് സ്പ്രെഡ് ആവും, അല്ലേ? അപ്പോൾ അത് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഡിഫ്യൂഷനാണ് സംഭവിക്കുന്നത്. അതായത് ആ എയറിലൂടെ ആ ചന്ദനത്തിരിയിൽ നിന്ന് വരുന്ന മോളിക്യൂൾസുകൾ എന്താവുന്നു? ആ റൂമിലെ എയറിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്നു. അതും എന്ത് തന്നെയാണ്? ഡിഫ്യൂഷനാണ്. അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പക്ഷേ അതും എന്താണ്? ഡിഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് നടക്കും? ഡിഫ്യൂഷൻ നടക്കും. സോ ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടും കൂടി കണക്കാക്കാം. നോക്കൂ, വിൽ ഡിഫ്യൂഷൻ ടേക്ക് പ്ലേസ് ത്രൂ ആൻഡ് വിത്തൗട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ? ഫൈൻഡ് ഔട്ട്. അപ്പോൾ എന്ത് നടക്കും? ഡിഫ്യൂഷൻ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയും അല്ലാതെയും നടക്കും. ഓക്കെ, ദെൻ ഡിഫ്യൂഷൻ ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ ഓഫ് മോളിക്യൂൾ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. അപ്പോൾ ഇവിടെ ഈ ഓക്സിജൻ്റെ മൂവ്മെൻറ്റ് നടന്നത് എന്ത് വഴിയാണ്? ഡിഫ്യൂഷൻ വഴിയാണ്. ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? എക്സ്ട്രാ എനർജിയുടെ ഒന്നും ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് പറയാവുന്നതെന്ന് വെച്ചാൽ ഓസ്മോസിസും ഓസ്മോസിസ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ. ഓസ്മോസിസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ്റെ ഒരു ടൈപ്പാണ്. ബട്ട് അവിടെ എന്താ വേണ്ടത്? അത് വാട്ടർ മോളിക്യൂളിൻ്റെ ആണെന്ന് സ്പെസിഫിക്കലി നമ്മൾ പറയണം. അതേപോലെ തന്നെ അത് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഓസ്മോസിസും ഒരു ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. ഓക്കെ, ദെൻ അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ പഠിച്ചു, ഡിഫ്യൂഷൻ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത പിക്ചർ നോക്കൂ. മറ്റൊരു ടൈപ്പ് ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം കാണാം.
ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇസ് മോർ. ഇവിടെ ഗ്ലൂക്കോസിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ അയോൺസിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമാണ് കാണുന്നത്. ഫസ്റ്റ് ഭാഗത്ത് നോക്കുക, ഗ്രീൻ കളറുള്ളത് ഗ്ലൂക്കോസ് മോളിക്യൂളാണ്. ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇൻ്റർ സെല്ലുലാർ സ്പേസിൽ നിന്ന്, അതായത് സെല്ലിന് പുറത്തുനിന്ന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസ്റ്റിലേക്ക് വരികയാണ്. ദെൻ അവിടെ ആ വയലറ്റ് കളറിൽ കാണുന്നത് അതെന്താണ്? കാരിയർ പ്രോട്ടീനാണ്. നോക്കൂ, ആദ്യം ആ പുറത്ത് സൈഡിൽ നിന്ന് അതിൽ അറ്റാച്ച് ആവുന്നു, എന്നിട്ട് അതിനെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് വിടുന്നു. അങ്ങനെയാണ് കാരിയർ പ്രോട്ടീൻ. ആ പ്രോട്ടീനിലൂടെ മാത്രമാണ് ഗ്ലൂക്കോസിന് പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് സെൽ മെമ്പറിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് കൂടെ ഈ പ്രോസസ്സ് നടക്കില്ല. ആ കാരിയർ പ്രോട്ടീനിന് മാത്രമാണ് അപ്പുറത്ത് നിൽക്കണ ഗ്ലൂക്കോസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അയോൺസ് നോക്കുകയാണെങ്കിൽ നോക്കൂ, ചാനൽ പ്രോട്ടീൻ ഉണ്ട്. ഇതൊക്കെ സ്പെസിഫിക് ഷേപ്പുള്ള പ്രോട്ടീനുകളാണ് കേട്ടോ. ആ ചാനലിലൂടെ മാത്രമാണ് എന്ത് പാസ് ചെയ്ത് വരുന്നത്? അയോൺസ് ഉള്ളിലേക്ക് പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിഫ്യൂഷൻ മെത്തേഡിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. A process that does not require energy and takes place with the help of certain proteins in the plasma membrane. ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല? എനർജി ആവശ്യമില്ല. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത്. എനർജി ആവശ്യമില്ല. ബട്ട് ഇവിടെ എന്തിൻ്റെ ഹെൽപ്പ് വേണം? സ്പെസിഫിക് പ്രോട്ടീൻസ് വേണം. കാരിയർ പ്രോട്ടീനോ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീനോ അങ്ങനെ സെൽ മെമ്പറൈനിലുള്ള സ്പെസിഫിക് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രോസസ്സായിട്ടുള്ള ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസിൻ്റെയും അയണിൻ്റെയും ട്രാൻസ്ഫർ. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് നോക്കൂ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പിക്ചറിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ സാൾട്ടുകളുടെ മൂവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ? പുറത്ത്, അതായത് ഇൻ്റർസെല്ലുലാർ മെമ്പറൈനിൽ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് കുറവാണ്. സൈറ്റോപ്ലാസത്തിലാണ് എന്തുള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ എങ്ങോട്ട് തന്നെയാണ് വരുന്നത്? ഉള്ളിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തു നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്കാണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്പോർട്ട് നടക്കുന്നത്. കുറവിൽ നിന്ന് കൂടുതലിലേക്ക്. ഇത്ര നേരം നമ്മൾ പറഞ്ഞ പ്രോസസ്സിലൊക്കെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്? എനർജി ആവശ്യമുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു മുകളിൽ നിന്ന് ഒരു സാധനം താഴത്തേക്ക് ഉരുട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്താ ആവശ്യമില്ല? എനർജി ആവശ്യമില്ല, അത് തന്നെ ഉരുണ്ട് വന്നോളൂ അല്ലേ? അതേസമയം താഴ്ത്തുനിന്ന് ഒരു സാധനം മുകളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതിനൊരു എനർജി കൊടുക്കണം അല്ലേ? അതേപോലെ തന്നെ കൂടുതലുള്ള ഭാഗത്തുനിന്ന് ഒരു സാധനം കുറവുള്ള ഭാഗത്തേക്ക് വരാൻ ഈസി ആയിട്ട് നടക്കും, അവിടെ എനർജി ആവശ്യമില്ല. പക്ഷെ കുറവുള്ള ഭാഗത്തുനിന്ന് ഒരു സാധനം കൂടുതലുള്ള ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിനെ നമ്മൾ തള്ളിയാക്കേണ്ടി വരും, ഒരു എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് സോൾട്ടുകൾ പറയാം. അവിടെ ഉപയോഗിക്കുന്ന എനർജി എവിടെയാണ് ഉപയോഗപ്പെടുന്നത് നോക്കൂ. അവിടെ എഴുതിയിരിക്കും നോക്കുക, ബ്ലൂ കളറിൽ ATP ടേൺസ് ഇൻ ടു ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ATP എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതായത് നമ്മുടെ ഓർഗാനിസംസിൻ്റെ എല്ലാം, പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും അനിമൽസിൻ്റെ ആണെങ്കിലും ബോഡിയിൽ എനർജി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ATP എന്ന് പറയുന്ന ഒരു ഫോമിലാണ്. ഈ ATP സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആവശ്യമുള്ള സമയത്ത് ATP എടുത്ത് നമ്മുടെ ബോഡി അത് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടത്തുമ്പോൾ ഈ ATP ഉപയോഗിച്ചിട്ട് എനർജി റിലീസായി കഴിയുമ്പോഴാണ് അത് ADP ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ആൻ എനർജി റിക്വയറിംഗ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൈൻ കാരിയർ പ്രോട്ടീൻ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ദെൻ ഇവിടെ എനർജി മാത്രമല്ല, കാരിയർ പ്രോട്ടീനും വേണം കേട്ടോ. യെല്ലോ കളറിൽ കാണുന്ന പ്രോട്ടീൻ നോക്കൂ, നേരത്തെ മുകളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ കാരിയർ പ്രോട്ടീൻ്റെ ഉള്ളിലൂടെയാണിത് പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് അവിടെ എനർജിയും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4 പ്രോസസ്സുകൾ പറഞ്ഞു: ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ 4 എണ്ണത്തിനെയും കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതേപോലെ എല്ലാ പ്രോസസ്സിൻ്റെയും ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ ടേബിൾ കമ്പയർ ചെയ്തിട്ടും പഠിക്കണം കേട്ടോ. എങ്ങനെയാണ്, എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതിലെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 1 വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. നേച്ചർ ഓഫ് ദ ഫ്ലോ ഓഫ് മോളിക്യൂൾസ് ആൻഡ് നെയിം ഓഫ് ദ പ്രോസസ്സ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിന് മാച്ച് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, ഫ്രം എ റീജിയൺ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് നടക്കുന്നത് ഏതൊക്കെ പ്രോസസ്സുകളിലാണ്? ഓസ്മോസിസ് ഉണ്ട്,
ഡിഫ്യൂഷൻ ഉണ്ട്, അതേപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതിൽ മൂന്നിലും കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് വരുന്നത്. ദെൻ അടുത്തത് നോക്കൂ, ഫ്രം എ റീജിയൺ ഓഫ് ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ കുറഞ്ഞതിൽ നിന്ന് കൂടിയ ഭാഗത്തേക്ക് പോകുന്നത് ഏതിലാണ്? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമാണ് അല്ലേ. ഓക്കെ. ദെൻ അപ്ലിക്കബിൾ ടു വാട്ടർ ഓൺലി, വാട്ടറിന് മാത്രം പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? അതിൽ ഓസ്മോസിസ് ആണ്. ദെൻ എനർജി റിക്വയർഡ്, നമ്മൾ ഈ പറഞ്ഞ 4 എനർജി ആവശ്യമുള്ളത് ഏതിന് മാത്രമാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് മാത്രമാണ്. എനർജി നോട്ട് റിക്വയർഡ്, എനർജി ആവശ്യമില്ലാത്തതിൽ ബാക്കിയെല്ലാം എഴുതാം. ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഇതിനൊന്നും എനർജി ആവശ്യമില്ല. കാരിയർ പ്രോട്ടീൻ നോട്ട് റിക്വയർഡ്, കാരിയർ പ്രോട്ടീൻ ആവശ്യമില്ലാത്തത് ഏതിലൊക്കെയാണ്? ഓസ്മോസിസിലും ഡിഫ്യൂഷനിലും. കാരിയർ പ്രോട്ടീൻ റിക്വയർഡ് എന്ന് പറയുമ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ തിരിച്ചു മറിച്ച് ചോദിച്ചാലും മനസ്സിലാവുന്ന പോലെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. ഇനി അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ റോൾ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ട്രാൻസ്പോർട്ടിംഗ് സബ്സ്റ്റൻസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. അപ്പോൾ സാധനങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിനിലൂടെ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്. ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാ അനിമൽസിലും പ്ലാന്റ്സിലും മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എവിടെ നിന്നാണ്? ഹൗ ഡു അനിമൽസ് ഗെറ്റ് ദം? വാട്ട് അബൌട്ട് പ്ലാന്റ്സ്? പ്ലാന്റ്സിന് എവിടെ നിന്നാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്? അതേപോലെ അനിമൽസിന് എവിടെ നിന്നാണെന്നാണ് ചോദിക്കുന്നത്. അതിന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? അനിമൽസ് ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ബൈ കൺസ്യൂമിങ് അതർ ഓർഗാനിസംസ്, ദാറ്റ് ഈസ് പ്ലാന്റ്സ് ഓർ അതർ അനിമൽസ്, വൈൽ പ്ലാന്റ്സ് ഗെറ്റ് ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അനിമൽസിന് ന്യൂട്രിയൻസ് കിട്ടുന്നത് അതിൻ്റെ ഫുഡിലൂടെയാണ്. ആ ഫുഡ് എന്തായിരിക്കാം? പ്ലാന്റ്സ് ആവാം, അല്ലെങ്കിൽ അനിമൽസ് ആവാം. നമ്മൾ പൊതുവേ പച്ചക്കറികളോ വെജിറ്റേറിയൻ ഫുഡോ നോൺ വെജിറ്റേറിയൻ ഫുഡോ ആണോ നമ്മൾ കഴിക്കുന്നത് അല്ലേ? അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഇനി പ്ലാന്റ്സിനാണെങ്കിലോ, പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ന്യൂട്രിയൻസ് ഭക്ഷണം ഉണ്ടാക്കി അതിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് പ്ലാന്റ്സിനുണ്ട്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. നമുക്കറിയാവുന്നതാണ് അല്ലേ, കുറേ നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ലിസ്റ്റ് ദ കമ്പോണൻസ് റിക്വയർ ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ള കമ്പോണൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെ എഴുതും? ക്ലോറോഫിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെഴുതാം? വാട്ടർ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, സൺലൈറ്റ് വേണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ദെൻ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. അതായത് എന്താണ് ഈ ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. ഓക്കെ. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആൽഗേനെ കുറിച്ച് പറയുന്നുണ്ട്. ആൽഗെ ആർ എ ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ ഓർഗാനിസം. അപ്പോൾ ആൽഗെ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ആർ പ്രൊക്കാരിയോട്സ് ഒബ്റ്റൈൻ ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ആൽഗെ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിസെല്ലാർ മൾട്ടിസെല്ലാർ ഒക്കെ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ആൽഗെ എന്ന് പറയുമ്പോൾ പായലുകൾ എന്നാണ് പൊതുവേ നമ്മൾ പറയുന്നത്. ഈ വെള്ളത്തിലൊക്കെ കാണുന്ന പായൽ അങ്ങനെയില്ലേ, അതിനെയാണ് ആൽഗേസ് എന്ന് പറയുക. അതിലും ഗ്രീൻ ആൽഗയുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവരിൽ എന്തുണ്ട്? ഈ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും എന്ത് നടത്താൻ പറ്റും? ഫോട്ടോസിന്തസിസ് സ്വന്തമായിട്ട് നടത്താൻ പറ്റുന്ന ആൾക്കാരാണ് ആൽഗേസും. ഓക്കെ. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ പിക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. നന്നായിട്ട് പഠിക്കണം, വരച്ചും എഴുതിയും ഒക്കെ പഠിക്കണം. ദെൻ ഇതിൻ്റെ നോട്ട്സ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ലേ, നമുക്ക് ആദ്യം പിക്ചർ വെച്ചിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എന്നിട്ട് നോട്ട്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, പിക്ചർ നോക്കാം. നോക്കൂ, ആദ്യം ഒരു ലീഫിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ലീവ്സിലാണ് മെയിനായിട്ട് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലീഫാണ്. ഇലകളെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? പ്ലാന്റ്സിൻ്റെ കിച്ചണായിട്ട്, അടുക്കളയായിട്ടാണ് പറയുന്നത്. ദെൻ ഈ ലീഫിൻ്റെ ഒരു സെക്ഷൻ നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ലീഫിൻ്റെ സെല്ലുകൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. മുകളിലും താഴെയും ഓരോ ലെയർ ഓഫ് എപ്പിഡെർമിസ് ഉണ്ട്. അതായത് അതിൻ്റെ പ്രൊട്ടക്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു ലെയറിനെയാണ് എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്നത്, എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ താഴെ ഭാഗത്ത് നോക്കൂ, കുറച്ച് നീണ്ട സെൽസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറേ എയർ ഗ്യാപ്സ് ഒക്കെ ഉള്ള റൗണ്ട് ആയിട്ടുള്ള പാരങ്കൈമ സെൽസുകളും ഉണ്ട്. ദെൻ
താഴത്തെ എപ്പിഡെർമൽ സെൽസിൽ, താഴത്തെ ലെയർ ഓഫ് എപ്പിഡെർമിസിൽ നമുക്ക് സ്റ്റൊമാറ്റ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സ്റ്റൊമാറ്റേനെ കുറിച്ചൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റൊമാറ്റ? ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്കും അതേപോലെ ഓക്സിജൻ പുറത്തേക്കും ഒക്കെ വരുന്നത് എന്തിലൂടെയാണ്? ഈ സ്റ്റൊമാറ്റ വഴിയാണ്. ഓക്കെ, ദെൻ എപ്പിഡെർമൽ സെൽസ് കഴിഞ്ഞാൽ അതിൻ്റെ നടുഭാഗത്തുള്ള മിഡിൽ പോർഷനിലുള്ള സെല്ലുകളെ പൊതുവേ പറയുന്ന പേരാണ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. ഈ മീസോഫിൽ സെൽസിൻ്റെ ചുറ്റും നോക്കൂ, പച്ച കുത്തു കളറിൽ അല്ലേ, ഗ്രീനായിട്ട് ഇങ്ങനെ ഡോട്ട്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഡോട്ടുകളെയാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഡോട്ടിൻ്റെ കുറച്ച് എൻലാർജ്ഡ് ആയിട്ടുള്ള രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഗ്രീൻ കുത്ത്. ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കൂ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺവെക്സ് ഷേപ്പിലുള്ള അല്ലേ, പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ് എന്തിനുള്ളത്? ക്ലോറോപ്ലാസ്റ്റിനുള്ളത്. ദെൻ അതിൻ്റെ പുറം ഭാഗത്ത് 2 മെംബ്രെയിൻ ഉണ്ട്. 2 മെംബ്രെയിൻ വെച്ച് കവേർഡാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളൊരു സാധനം 2 കവറിലിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇത് തമ്മിൽ ചെറിയ ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കൂ, അതിൽ മെയിനായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്, ഗ്രാന ആൻഡ് സ്ട്രോമ. ഓക്കെ, നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ട 2 പേരാണ് ഗ്രാന, സ്ട്രോമ. ഗ്രാന എന്ന് പറയുന്നത് ഒരു പച്ച കളറിൽ നമ്മുടെ കോയിൻസ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള ഭാഗങ്ങൾ കണ്ടില്ലേ? അതായത് നമ്മൾ കോയിൻസ്, നാണയങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ആ പച്ച ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ കോയിനും നമ്മൾ അതിനെ ഓരോ കോയിനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ കോയിനും എന്ന് പറയുന്നത് മെംബ്രെയിൻ സാക്സ് കോൾഡ് തൈലക്കോയിഡ്സ്. ഓക്കെ, അപ്പോൾ ഓരോ കോയിനെ നമ്മൾ തൈലക്കോയിഡ്സ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ കുറേ തൈലക്കോയിഡുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കിന്, അതായത് ഒരു അടുക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാന. ഓക്കെ, ദെൻ സ്ട്രോമ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലൂയിഡ് ഭാഗമുണ്ട്. ക്ലോറോപ്ലാസ്റ്റിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഫ്ലൂയിഡ് ഭാഗം ആണ്, അതാണ് സ്ട്രോമ. അതിനകത്താണ് എന്തിരിക്കുന്നത്? ഈ തൈലക്കോയിഡുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഗ്രാന എന്തിലാണ് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത്? സ്ട്രോമയിലാണ്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഫ്ലൂയിഡ് പാർട്ടാണ്. ഫ്ലൂയിഡ് പാർട്ടിനെ സ്ട്രോമ എന്ന് പറയുന്നു. ഈ സ്ട്രോമയ്ക്കകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന കുറച്ച് എന്തുണ്ട്? കോയിൻ സ്റ്റോക്കുകളുണ്ട്, കോയിൻ്റെ അടുക്കുകളുണ്ട്. ആ അടുക്കുകളെ പറയുന്ന പേരാണ് ഗ്രാന. അതിൽ ഓരോ കോയിനെയും നമ്മൾ പറയുന്നത്, ഓരോന്നിനെയും പറയുന്നതാണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു മെംബ്രെയിൻ സ്റ്റോക്കാണ്. ഓക്കെ, ദെൻ ഇനി ഈ ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഓരോ നാണയത്തിൻ്റെ സെക്ഷനുകളെയും നാണയത്തിൻ്റെ സ്റ്റോക്കുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു പച്ച കണക്ഷൻ വെച്ചിട്ട്, ഗ്രീൻ കളറിലുള്ള കണക്ഷൻ കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ലെ. ഓക്കെ, സ്ട്രോമ ലാമെല്ലെ. ഈ പാർട്ടുകളൊന്നും മാറിപ്പോവരുത്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗം നോക്കി വെക്കണം. വരയ്ക്കാനും എഴുതാനും പാർട്സ് അടയാളപ്പെടുത്താനും ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ നോട്ട്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലെന്താ നടക്കുന്നത് എന്നുള്ളത് ഒരു കഥ പോലെ നമുക്കിത് പഠിച്ചു വയ്ക്കാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തിൻ്റെ നോട്ട്സാണ് നോക്കാൻ പോകുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ഓൾ ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ആൽഗെ. They are the food producers of plants. These are found in mesophyll cells located in the leaves of the plant. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ക്ലോറോപ്ലാസ്റ്റ് ഏതിലൊക്കെ കാണുക? ഗ്രീൻ പ്ലാന്റ്സിലും ആൽഗേസിലുമാണ് കാണുന്നത്. അവരാണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ എവിടെയാണ് അത് കാണുക? മീസോഫിൽ സെൽസ് ലൊക്കേറ്റഡ് ഇൻ ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ കണ്ടു മീസോഫിൽ സെൽസ് എവിടെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ നോട്ട് നമ്മുടെ ടെക്സ്റ്റിലെ പിക്ചർ വെച്ചിട്ടാണ് വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് വായിക്കുക. ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. They contain a high concentration of chlorophyll that traps sunlight. അപ്പം ഈ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് എന്തുള്ളത്? ക്ലോറോഫിൽ ഉള്ളത്. ഇനി ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് കാണുന്നത്? മീസോഫിൽ സെൽസ് ഓഫ് ദ ലീവ്സിൻ്റെ മീസോഫിൽ സെൽസിനകത്താണ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റുക. ക്ലോറോപ്ലാസ്റ്റിനകത്ത് എന്തുണ്ട്? ക്ലോറോഫില്ലുണ്ട്. ഈ ക്ലോറോഫിൽ എന്തിന് സഹായിക്കുന്നു? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു.
ആ ഏരിയയിലേക്ക് നമ്മൾ ഇനി അടുത്തത് വരും കേട്ടോ. അടുത്ത പിക്ചറിൽ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കിപ്പം ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം. ദിസ് സെൽ ഓർഗനലെ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ അനിമൽ സെൽസ്. ഇത് എന്തിലില്ല, അനിമൽ സെൽസിലില്ല. അതുകൊണ്ട് തന്നെ അനിമൽ സെൽസിന് എന്ത് പറ്റില്ല, ഫോട്ടോസിന്തസിസ് നടത്താനും പറ്റില്ല. ഇറ്റ് ഈസ് ഓവൽ ഓഫ് ബൈകോൺവെക്സ് ഇൻ ഷേപ്പ്. ദേ ആർ ഡബിൾ മെംബ്രെയിൻ ഓർഗനലെ വിത്ത് ദ പ്രസൻസ് ഓഫ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. നമ്മൾ പറഞ്ഞതാണ് 2 മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബൈകോൺവെക്സ് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പാണ് ഉണ്ടാവുക. ദെൻ there are 2 distinct regions present inside a chloroplast known as grana and stroma. അപ്പോൾ ഒരു ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഗ്രാനയും സ്ട്രോമയാണ്. ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഗ്രാന ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോക്സ് ഓഫ് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് നോൺ ആസ് തൈലക്കോയിഡ്സ്. നമ്മൾ പറഞ്ഞില്ലേ, കോയിൻ പോലെയുള്ള ഒരെണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, തൈലക്കോയിഡ് എന്ന് പറയുക. അങ്ങനെയുള്ള കുറേ കോയിനുകൾ അടുക്കി വെച്ച ഡിസ്ക് ഷേപ്പുള്ള തൈലക്കോയിഡുകൾ അടുക്കി വെച്ചതിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. The grana of chloroplast consist of chlorophyll pigments and are the functional units of chloroplast. അപ്പോൾ ഈ ഗ്രാനയ്ക്കകത്താണ് എന്തുള്ളത്, ക്ലോറോഫില്ല് ഉള്ളത്. ഓക്കെ, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ക്ലോറോഫില്ല് എവിടെയാണ് ഇരിക്കുന്നത്, ഗ്രാനയ്ക്കകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്, ഗ്രാനയാണ്. ദെൻ സ്ട്രോമയെ കുറിച്ച് പറയുകയാണെങ്കിൽ stroma is the homogeneous matrix which contains grana and is similar to the cytoplasm in cells which all the organelles are embedded. അപ്പോൾ സ്ട്രോമേനെ നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാം, നമ്മുടെ ഒരു സെല്ലിലെ സൈറ്റോപ്ലാസം എങ്ങനെയാണോ അതേപോലെയാണ് ക്ലോറോപ്ലാസ്റ്റിനകത്ത് സ്ട്രോമയുള്ളത്. സൈറ്റോപ്ലാസ്റ്റിലാണ് ആയിരിക്കും ന്യൂക്ലിയസും അതുപോലെയുള്ള ബാക്കി എല്ലാ ഓർഗനൽസുകളും ബാക്കി എല്ലാ ഭാഗങ്ങളും അതിലിങ്ങനെ മുങ്ങിക്കിടക്കുകയായിരിക്കും സൈറ്റോപ്ലാസ്റ്റിൽ. അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഉള്ള സ്ട്രോമ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ഭാഗമാണ്, അതിനകത്ത് മുങ്ങിക്കിടക്കുകയാണ് ആര്, ഗ്രാന എന്ന് പറയുന്നത്. ദെൻ Stroma lamellae function by connecting the stalks of thylakoid sacs or grana. ഇനി സ്ട്രോമ ലാമെല്ലാe നമ്മൾ കണ്ടതാണ്, ഗ്രീൻ കളറുള്ള കണക്ഷനിലെ അതെന്താ ചെയ്യുന്നത്, തൈലക്കോഡുകളെ അല്ലെങ്കിൽ ഗ്രാനാസിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് സ്ട്രോമ ലാമെല്ലാe എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ടും ആ പിക്ചറും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആണല്ലോ. സോ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, അതായത് എങ്ങനെയാണ് ഈ ഫോട്ടോസിന്തസിസ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അതിൽ ഫുഡ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഫോട്ടോസിന്തസിസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഇത് അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ മെയിനായിട്ട് 2 ഫേസുകളുണ്ട്. ഫോട്ടോസിന്തസിസ് 2 ഫേസുകളായിട്ടാണ് നടക്കുന്നത്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. അതാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു ലൈറ്റ് ഭാഗവും ഡാർക്ക് ഭാഗവുമായിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് എന്തൊക്കെ സംഭവിക്കുന്നതെന്നുള്ള പോയിൻറ്റ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, ഈ പിക്ചർ നോക്കി വെക്കണം. അപ്പോൾ ഇതിൽ ചില പോയിൻറ്റുകൾ തന്നിട്ട് കുറച്ച് പോയിൻറ്റ് റാൻഡമായിട്ട് തന്നിട്ട് ലൈറ്റ് ഫേസിൽ നടക്കുന്നതും ഡാർക്ക് ഫേസിൽ നടക്കുന്നതും സെപ്പറേറ്റ് ചെയ്ത് എഴുതാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലൈറ്റ് ഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പിക്ചർ നോക്കൂ. അപ്പോൾ സൺലൈറ്റ് എവിടേക്ക് എത്തുന്നു, ഈ ഗ്രാനയ്ക്കകത്തുള്ള, ഗ്രാന നമുക്കറിയാലോ ഗ്രീൻ കളറിൽ ആ കോയിനുകൾ തൈലക്കോയിഡുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗം ഗ്രാന. ഈ ഗ്രാനയ്ക്കകത്ത് ക്ലോറോഫിൽ ഉണ്ട്. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഒരു പിഗ്മെൻ്റ് ആണ് കേട്ടോ, കളേർഡ് പിഗ്മെൻ്റ് ആണ്, ഗ്രീൻ കളറുള്ള പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഈ ക്ലോറോഫിൽ എന്ത് ചെയ്യും, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ആൻഡ് അവിടെ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, വാട്ടർ അബ്സോർപ്ഷൻ, വാട്ടർ ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. ആൻഡ് അവിടെ ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യും, അതായത് വാട്ടർ H2O എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹൈഡ്രജനും സെപ്പറേറ്റ് ആവും. ഓക്കെ, ദെൻ ഇനി നമുക്ക് അതിൻ്റെ പോയിൻറ്റുകൾ നോക്കാം. നോക്കൂ, ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫേസ് നടക്കുന്നത് എവിടെയാണ്, ഗ്രാനയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണത് കേട്ടോ, ലൈറ്റ് ഫേസ് ഗ്രാനയിലാണ്. ദെൻ ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്ത് ആവശ്യമുണ്ട്, ലൈറ്റിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ട്. ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ലൈറ്റ് ഫേസ് നടക്കുകയുള്ളൂ. വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു
ഫേസിലാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. എക്സ്പെൽസ് ഓക്സിജൻ, ആ ഓക്സിജനാണ് എന്ത് വരുന്നത്, പുറത്തേക്ക് വിടുന്നത്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആണ് പ്ലാന്റ്സ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഓക്സിജൻ എവിടെ നിന്നാണ് വരുന്നത്, ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഓക്സിജനാണ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നത്. ദെൻ അപ്പോൾ അവിടെ ഹൈഡ്രജനും ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ ഹൈഡ്രജൻ എങ്ങോട്ട് പോകും, സ്ട്രോമയിലേക്ക് പോകും. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാനയ്ക്ക് ചുറ്റും കിടക്കുന്ന ഫ്ലൂയിഡ് ആയിട്ടുള്ള വെള്ളം പോലെയുള്ള ഭാഗത്തിനെയാണ് എന്ത് പറയുക, സ്ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ സ്ട്രോമയിലേക്കും ഓക്സിജൻ പുറത്തേക്കും, സ്റ്റൊമാറ്റോ വഴി പുറത്തേക്കും പോകും. ദെൻ ATP ദ എനർജി മോളിക്യൂൾ ഇസ് ഫോംഡ്. ഇനി ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ ATP ഉണ്ടാകുന്നുണ്ട്. ATP എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഓർഗാനിസംസിൻ്റെ ബോഡിയിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എനർജി കറൻസി എന്ന് പറയുന്നത് ATP ആണ്. അപ്പോൾ ATP ഉണ്ടാകും. അപ്പോൾ ലൈറ്റ് ഫേസിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, അത് നടക്കുന്നത് ഗ്രാനയിലാണ്. അതേപോലെ പ്രസൻസ് ഓഫ് ലൈറ്റ് ആവശ്യമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകുന്നു, ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു. അതേപോലെ ഇവിടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ATP ഒരു പ്രോഡക്റ്റായിട്ട് ഉണ്ടാകുന്നുണ്ട്. സോ ലൈറ്റ് ഫേസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ATP ആണ്. ദെൻ പിക്ചറിലേക്ക് നോക്കൂ. ഈ ATPയും ഹൈഡ്രജനും എവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അടുത്ത ഡാർക്ക് ഫേസിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഫേസിന് ശേഷം എന്ത് നടക്കുന്നു, ഡാർക്ക് ഫേസ് നടക്കുന്നു. അവിടെ ലൈറ്റ് ഫേസിൽ നിന്നുണ്ടായ ATPയും ഹൈഡ്രജനും ആവശ്യമായി വരുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത്. അതൊരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് ഇങ്ങനെ സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാർക്ക് ഫേസിലെ സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. ഇപ്പോൾ ലൈറ്റ് ഫേസ് എവിടെയായിരുന്നു, ഗ്രാനയിലാണെങ്കിൽ ഡാർക്ക് ഫേസ് സ്ട്രോമയിലാണ്. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ, അതായത് ലൈറ്റ് ഇല്ലാത്ത സമയത്തും ഈ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിന് എന്താവശ്യമുണ്ട്, ഹൈഡ്രജൻ ആൻഡ് എനർജി റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലൈറ്റ് ഫേസ്. ലൈറ്റ് ഫേസിലുണ്ടായ ലൈറ്റ് ഫേസിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഹൈഡ്രജനും ATPയും എവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു ഡാർക്ക് ഫേസ് നടക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ഇസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ലൈറ്റ് ഫേസിൽ നിന്ന് വന്ന ഹൈഡ്രജനും അതേപോലെ തന്നെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നു, ഗ്ലൂക്കോസ് ആയി മാറുന്നു. ആൻഡ് ഈ ഒരു പ്രവർത്തിക്ക്, ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എനർജി ആവശ്യമാണ്. അതിന് ഈ ATPയും ഉപയോഗിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. വളരെ ക്ലിയർ അല്ലേ? ഒന്ന് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്, ലൈറ്റിൻ്റെ പ്രസൻസ് ആബ്സെൻസ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, റിയാക്ഷൻ എന്തൊക്കെയാണ്, പ്രോഡക്ട്സ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൻ്റെ താഴെയായിട്ട് ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു നോക്കൂ. മെൽവിൻ കാൽവിൻ. ഹി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 1961 ഫോർ എക്സ്പ്ലെയിനിങ് ദ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ്. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഡാർക്ക് ഫേസിൽ നടക്കുന്ന റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തത് ഇദ്ദേഹമാണ്, മെൽവിൻ കാൽവിൻ. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഡാർക്ക് ഫേസിൽ നടക്കുന്ന ഒരു സൈക്ലിക് റിയാക്ഷനാണ്. അപ്പോൾ ആ സൈക്കിളിനെ കാൽവിൻ സൈക്കിൾ എന്നാണ് പൊതുവേ പറയുക. കാരണം അത് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ആൻഡ് അതൊന്ന് ചെയ്യാം. അതിൽ ആ ടേബിൾ ഫില്ല് ചെയ്യണം. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ മുകളിലുള്ള പോയിൻറ്റ്സ് എല്ലാം പഠിച്ചു വയ്ക്കണം. അത് വെച്ചിട്ട് ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഹിൻറ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. പ്ലേസ് വെർ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ്. അപ്പോൾ ലൈറ്റ് ഫേസ് എവിടെയാണ് നടക്കുന്നത്, അത് ഗ്രാനിയിലാണ്. ആൻഡ് ഡാർക്ക് ഫേസ് നടക്കുന്നതോ സ്ട്രോമയിലാണ് അല്ലേ. ദെൻ റിയാക്ഷൻസ് ഏതൊക്കെയാണ്, അപ്പോൾ ലൈറ്റ് ഫേസിൽ നടക്കുന്ന എല്ലാ റിയാക്ഷൻസും ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
നോക്കൂ, അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. ആദ്യം എന്ത് ചെയ്യും? ലൈറ്റ് അബ്സോർബ് ചെയ്യും. ദെൻ വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അതിൽ എക്സ്പെൽസ് ഓക്സിജൻ. ഓക്സിജൻ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നു. ദെൻ ഹൈഡ്രജൻ എങ്ങോട്ട് പോകുന്നു? സ്ട്രോമയിലേക്ക് പോകുന്നു. ഈ ആക്ഷൻസ് ഒക്കെ ഇതിൽ നടക്കുന്നത് ലൈറ്റ് ഫേസിൽ നടക്കുന്നതാണ്. സോ നമുക്കത് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ ഡാർക്ക് ഫേസിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ആൻഡ് ഇതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലൈറ്റ് ഫേസിൽ ഉണ്ടാവുന്ന ATP, അതായത് എനർജി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നമുക്ക് ലൈറ്റ് ഫേസിൻ്റെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് എഴുതാം. ATPയും ഓക്സിജനും ലൈറ്റ് ഫേസിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് എഴുതാം. ആൻഡ് ഡാർക്ക് ഫേസിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് ഗ്ലൂക്കോസും എഴുതാം. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് ആ ടേബിൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് ഫോട്ടോസിന്തസിസിൻ്റെ ഈക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഈക്വേഷൻ നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫോട്ടോസിന്തസിസ് നമ്മൾ ഡാർക്ക് ഫേസും ലൈറ്റ് ഫേസും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നു? ഗ്ലൂക്കോസും ഓക്സിജനും പ്രോഡക്റ്റ്സ് ആയിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിന് താഴെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ്. അതായത് 6CO2 + 6H2O ഗീവ്സ് 1 molecule ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണ് C6H12O6 + 6 molecules ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. രണ്ട് രീതിയിലും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എഴുതാം. രണ്ടും കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ഓക്കെ, ഇനി നമുക്ക് ആ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടി ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഈ സൺലൈറ്റ് ഇറ്റ് സെൽഫ് ഇസ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ക്യാൻ ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് അണ്ടർ ദ ലൈറ്റ് ഓഫ് ആൻ LED ബൾബ്? അപ്പോൾ സൺലൈറ്റ് തന്നെ വേണം ഫോട്ടോസിന്തസിസിന് എന്നുള്ളത് നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു LED ബൾബിൽ നിന്നുള്ള ഒരു LED ലൈറ്റിൽ നിന്നുള്ള വെളിച്ചത്തിലും ഫോട്ടോസിന്തസിസ് നടക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സൺലൈറ്റ് തന്നെ വേണമെന്നുണ്ടോ, അതോ LED ലൈറ്റിലും ഫോട്ടോസിന്തസിസ് നടക്കുമോ? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് യെസ്, ഫോട്ടോസിന്തസിസ് ക്യാൻ ഒക്യൂർ അണ്ടർ ദ ലൈറ്റ് ഓഫ് ആൻ LED ബൾബ് പ്രൊവൈഡഡ് ദ ബൾബ് എമിറ്റ്സ് ദ അപ്രോപ്രിയേറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? LED ബൾബിൻ്റെ ലൈറ്റിലും ഫോട്ടോസിന്തസിസ് നടക്കും. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. LED ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കണം. ആ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് ആയിരിക്കണം വരുന്നത്. അതായത് സൺലൈറ്റ് കണ്ടെയ്ൻസ് ദ ഫുൾ സ്പെക്ട്രം ഓഫ് ലൈറ്റ് ബട്ട് പ്ലാന്റ്സ് പ്രൈമർലി യൂസ് ദ ബ്ലൂ ആൻഡ് റെഡ് വേവ് ലെങ്ത്സ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ സൺലൈറ്റ് ഒരു ഫുൾ സ്പെക്ട്രം ഓഫ് ലൈറ്റ് വരുന്നുണ്ടെങ്കിലും, പല വേവ് ലെങ്ത്തിലുള്ള ഒരു ഫുൾ വേവ് ലെങ്ത് സ്പെക്ട്രത്തിലുള്ള ലൈറ്റ് വരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ആ ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും ഒരു ഭാഗം, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ആ സ്പെക്ട്രം ഓഫ് ലൈറ്റിനെ കുറിച്ചിട്ട്. പല വേവ് ലെങ്ത്തിലാണ് ലൈറ്റ് വരിക. അതായത് ഓരോ വേവ് ലെങ്ത്തിലും വരുന്ന ലൈറ്റിന് ഓരോ കളറായിരിക്കും. അപ്പം ഈ ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും വരുന്ന വേവ് ലെങ്ത്തിലുള്ള ആ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിലെ ക്ലോറോഫില്ലിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ലൈറ്റാണ് ഫോട്ടോസിന്തസിസിന് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഈ LED ബൾബിനെ അങ്ങനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് വരുന്നത് പോലെ LED ബൾബിനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ആ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റാണ് LED ബൾബിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് എന്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റും? പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുകയും ചെയ്യും. LED ബൾബ്സ് ക്യാൻ ബി ഡിസൈൻ ടു എമിറ്റ് ദ ലൈറ്റ് ഇൻ ദ ബ്ലൂ ആൻഡ് റെഡ് വേവ് ലെങ്ത് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. സോ നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ക്ലിയർ അല്ലേ? സോ ഈ ഒരു ആൻസറോട് കൂടി നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അടുത്തൊരു പാർട്ടോട് കൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കമൻസോ എന്തുണ്ടെങ്കിലും അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.